ഡിയർ ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ളതാണ്. ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ടോപ്പിക്കുള്ള പേജ് തുറന്നു വയ്ക്കുക. അപ്പോൾ ഓരോ സെൻറ്റൻസിൻ്റെയും ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെയും അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്ക് റീഡിങ്ങും കഴിയും. ഇന്ന് മഴ പെയ്യുമോ? ഇന്ന് തെളിഞ്ഞതും വെയിലുള്ളതുമായ കാലാവസ്ഥയായിരിക്കുമോ? പുറത്തുപോയി കളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എത്ര തവണ ചിന്തിക്കാറുണ്ട്? അന്തരീക്ഷത്തിൻ്റെ ഓരോ മണിക്കൂറിലെയും ഓരോ ദിവസത്തെയും അവസ്ഥകളെയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ചൂടുള്ളതോ ഈർപ്പമുള്ളതോ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് വെതർ നമ്മെ അസ്വസ്ഥരാക്കാം, ദാറ്റ് ഈസ് ഇറിറ്റബിൾ. എന്നാൽ സുഖകരമായതോ പ്ലസൻറ്റ് ഓർ ഇളങ്കാറ്റുള്ളതോ ബ്രീസി ആയ കാലാവസ്ഥ നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയർഫുള്ളാക്കുകയും പുറത്തേക്ക് പോകുവാൻ പദ്ധതിയിടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാം. കാലാവസ്ഥ ഓരോ ദിവസവും വലിയ രീതിയിൽ മാറാറുണ്ട്. ഒരു സ്ഥലത്ത് ദീർഘകാല അളവിലുള്ള ശരാശരി അവസ്ഥയെയാണ് ദാറ്റ് ഈസ് വെതർ കണ്ടീഷനെയാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. സാധാരണയായി 30 അതിൽ കൂടുതലോ വർഷത്തേക്ക് ഒരു വലിയ പ്രദേശത്തെ അവസ്ഥകളുടെയും ദാറ്റ് ഈസ് വെതർ കണ്ടീഷൻ്റെയും മാറ്റങ്ങളുടെയും ആകത്തുകയാണ് ക്ലൈമറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അബൌട്ട് എലമെൻറ്റ്സ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ്, കാലാവസ്ഥയുടെ ഘടകങ്ങൾ. ഭൂമിയിലെ മനുഷ്യജീവിതത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്ന, അതായത് സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ താപനില, പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ മഴ, ഹ്യൂമിഡിറ്റി അതായത് ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം, നനവ്, വിൻഡ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷമർദ്ദം എന്നിവയാണ്. വ്യത്യസ്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ ഘടകങ്ങളിൽ എലിമെൻസിൽ മാറ്റം സംഭവിക്കാം. ഫസ്റ്റ് വൺ അബൌട്ട് ടെമ്പറേച്ചർ. അന്തരീക്ഷത്തിലെ താപനില പകലും രാത്രിയും തമ്മിൽ മാത്രമല്ല വിവിധ സീസണിലും വ്യത്യാസപ്പെടുന്നു. ഉദാഹരണത്തിന് വേനൽക്കാലം ശീതകാലത്തേക്കാൾ, അതായത് വിൻ്ററിനേക്കാൾ ചൂടുള്ളതായിരിക്കും. താപനിലയുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ഇൻസൊലേഷൻ. എന്താണ് ഇൻസൊലേഷൻ? ഭൂമി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന, അതായത് ഭൂമി തടഞ്ഞു നിർത്തുന്ന സൂര്യനിൽ നിന്നും വരുന്ന സൗരോർജമാണ് ഇൻസൊലേഷൻ. ഇക്വറ്റോറിൽ നിന്നും, അതായത് ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ പോൾസ്, ഇൻസൊലേഷൻ്റെ അതായത് സൂര്യപ്രകാശത്തിൻ്റെ അളവ് കുറയുന്നു. അതിനാൽ ഇക്വറ്ററിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും താപനിലയും കുറയുന്നു. ഹ്യൂമിഡിറ്റി, ദാറ്റ് ഈസ് ദ സെക്കൻഡ് എലിമെൻറ്റ്. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ ആർദ്രത, ഈർപ്പം, നനവ്. ഹ്യൂമിഡിറ്റി കരയിൽ നിന്നും വിവിധ ജലാശയങ്ങളിൽ നിന്നും, അതായത് വാട്ടർ ബോഡീസിൽ നിന്നും വെള്ളം ബാഷ്പീകരിക്കപ്പെടുമ്പോൾ, അതായത് ഇവാപ്രേറ്റ് ചെയ്യുമ്പോൾ അത് വാട്ടർ വേപ്പർ, അതായത് ജലബാഷ്പമായി മാറുന്നു. വായുവിലെ ലെവൽ ഓഫ് വാട്ടർ വേപ്പർ, അതായത് ജലബാഷ്പത്തിൻ്റെ അളവ് കൂടുതലായിരിക്കുമ്പോൾ ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്നു. അതിനാൽ വായുവിൽ വാട്ടർ വേപ്പർ അടങ്ങിയിരിക്കുന്ന അവസ്ഥയെയാണ് ഹ്യൂമിഡിറ്റി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വായു ചൂടാകുന്തോറും കൂടുതൽ ജലബാഷ്പം, അതായത് വാട്ടർ വേപ്പർ ഉൾക്കൊള്ളാനുള്ള അതിൻ്റെ ശേഷി, കപ്പാസിറ്റി വർദ്ധിക്കുന്നു. ഇതുമൂലം ഹ്യൂമിഡിറ്റിയുടെ ലെവലും വർദ്ധിക്കുന്നു. അത്തരം ദിവസങ്ങളിൽ വസ്ത്രങ്ങൾ ഉണങ്ങാൻ കൂടുതൽ സമയം എടുക്കുകയും വിയർപ്പ് വളരെ പതുക്കെ വറ്റിപ്പോകുകയും ഉള്ളൂ. ദാറ്റ് ഈസ് സ്വെറ്റ് ഇവാപ്രേറ്റ്സ് മോർ സ്ലോലി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ അസ്വസ്ഥതയും അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് അബൌട്ട് പ്രിസിപ്പിറ്റേഷൻ, അതായത് വർഷപാതം അല്ലെങ്കിൽ മഴ. അന്തരീക്ഷത്തിൻ്റെ ഒരു ഭാഗം
നീരാവി കൊണ്ട് പൂർണ്ണമായി നിറയുകയും, ദാറ്റ് ഈസ് സാറ്റുറേറ്റഡ്. പിന്നീടത് കണ്ടൻസ് ചെയ്യുകയും, അതായത് തണുത്ത് ഗ്രാവിറ്റിയുടെ ഫലമായി ഭൂമിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതാണ് പ്രിസിപിറ്റേഷൻ. ചാറ്റൽ മഴ, ഡ്രിസിൽ, റെയിൻ, സ്നോ, സ്ലീറ്റ് അതായത് മഞ്ഞുമഴ, ഹെയിൽ, ആലിപ്പഴവർഷം എന്നിവ പ്രിസിപിറ്റേഷനിൽ ഉൾപ്പെടുന്നു. പ്രിസിപിറ്റേഷനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ പ്രിവെയിലിംഗ് വിൻഡ്സ് അതായത് ശക്തമായ കാറ്റുകൾ, മൗണ്ടെയിൻസ് ആൻഡ് സീസൺസ് എന്നിവയാണ്. പ്രിസിപിറ്റേഷൻ്റെ ഏറ്റവും കോമണായ രൂപം റെയിനാണ്. മഴ ഒരു സ്ഥലത്തിൻ്റെ താപനില കുറയ്ക്കുന്നു. ദീർഘകാലം മഴ ലഭിക്കാത്തത് ഡ്രൈ ക്ലൈമറ്റിന് കാരണമാകുന്നു. ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഭൂരിഭാഗവും മഴവെള്ളത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. നെക്സ്റ്റ് അബൌട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എർത്ത് സർഫേസിൽ വായുവിൻ്റെ ഭാരത്താൽ ഉണ്ടാകുന്ന മർദ്ദത്തെ വായുമർദ്ദം അഥവാ എയർ പ്രഷർ എന്ന് വിളിക്കുന്നു. അറ്റ്മോസ്ഫിയറിൽ ഉയരത്തിലേക്ക് പോകുന്തോറും പ്രഷർ അതായത് മർദ്ദം വേഗത്തിൽ കുറയുന്നു. സമുദ്രനിരപ്പിലാണ് അതായത് സീ ലെവലിലാണ് വായുവിൻ്റെ പ്രഷർ ഏറ്റവും കൂടുതൽ. ഉയരം കൂടുന്തോറും അത് കുറയുന്നു. തിരശ്ചീനമായി നോക്കുമ്പോൾ ഒരു നിശ്ചിത സ്ഥലത്തെ വായുവിൻ്റെ താപനില വായുമർദ്ദത്തിൻ്റെ വിതരണത്തെ സ്വാധീനിക്കുന്നു. അതായത് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുമ്പോഴുള്ള അവസ്ഥയാണ് ഹൊറിസോണ്ടൽ ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളിൽ വായു ചൂടായി മുകളിലേക്ക് ഉയരുന്നു. ഇതുമൂലം എ ലോ പ്രഷർ ഏരിയ അതായത് മർദ്ദം കുറഞ്ഞ മേഖല രൂപപ്പെടുന്നു. ന്യൂനമർദ്ദം മേഘാവൃതമായ ആകാശത്തോടും വെറ്റ് വെതറിനോടും ഈർപ്പമുള്ള കാലാവസ്ഥയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. കുറഞ്ഞ താപനിലയുള്ള പ്രദേശങ്ങളിൽ ദാറ്റ് ഈസ് ഏരിയാസ് വിത്ത് ലോവർ ടെമ്പറേച്ചറിൽ വായു തണുത്തതായിരിക്കും. അതിനാൽ അത് ഭാരമേറിയതാവുകയും സിങ്സ് ചെയ്യുകയും ചെയ്യുന്നു, അതായത് താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഇതുമൂലം ഹൈ പ്രഷർ ഏരിയ രൂപപ്പെടുന്നു, അതായത് ഉയർന്ന മർദ്ദപ്രദേശം. ഉയർന്ന മർദ്ദം തെളിഞ്ഞതും വെയിലുള്ളതുമായ ദാറ്റ് ഈസ് സണ്ണി സ്കൈസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വായു എപ്പോഴും ഹൈ പ്രഷർ പ്രദേശങ്ങളിൽ നിന്നും ലോ പ്രഷർ പ്രദേശങ്ങളിലേക്ക് അതായത് മർദ്ദം കുറവുള്ള പ്രദേശങ്ങളിലേക്കാണ് സഞ്ചരിക്കുന്നത്. നെക്സ്റ്റ് അബൌട്ട് വിൻഡ്. ഉയർന്ന മർദ്ദമുള്ള പ്രദേശത്തു നിന്നും കുറഞ്ഞ മർദ്ദമുള്ള പ്രദേശത്തേക്കുള്ള വായുവിൻ്റെ ചലനത്തെയാണ് കാറ്റ് എന്ന് വിളിക്കുന്നത്. കാറ്റ് മൃദുവായതോ ശക്തമായതോ ആകാം. ഉണങ്ങിയ ഇലകളെ റോഡിലൂടെ നീക്കുന്നതിലും ദാറ്റ് ഈസ് ഡൗൺ ദ പേയ്മെൻറ്റ് PAVEMENT പൊടിപടലങ്ങളെ പതുക്കെ പറത്തുന്നതിലും കൊടുങ്കാറ്റിൻ്റെ സമയത്ത് മരങ്ങളെ വേരോടെ പിഴുതെറിയുന്നതിനും കാറ്റിൻ്റെ പ്രവാഹം ഫ്ലോ നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് അബൌട്ട് ഡോണ്ട് മിസ് ഔട്ട് ടോപ്പിക്. കാറ്റുകൾ അവ വീശുന്ന അഥവാ വീശി വരുന്ന ദിശയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഉദാഹരണം, പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്ന കാറ്റിനെ പടിഞ്ഞാറൻ കാറ്റ് അതായത് വെസ്റ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നു. Dear children, this is about today's class. If you like the class, please subscribe and like the class, and if you have any comment, please post it in the comment box. Thank you.